60+ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈയിടെ ഒരു മാഗസിൻ എന്നോടൊരു ആർട്ടിക്കിൾ ചോദിച്ചിരുന്നു. അപ്പോൾ ആർട്ടിക്കിൾ ഞാൻ എഴുതി. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. 21ാം നൂറ്റാണ്ടിലെ അമ്മ. ഈ മാറിയ സാഹചര്യത്തിൽ കുട്ടികളെ വളർത്താനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് ഞാൻ എഴുതിയത്. അപ്പോൾ ഇതിൽ ഞാൻ ആർട്ടിക്കിളിനെ കുറിച്ച് പറയുകയല്ല. അപ്പോൾ അതിലത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുത്തശ്ശിമാർക്കായാലും അമ്മമാർക്കായാലും ഒരു വീട്ടിൽ കുട്ടികളുടെ പെരുമാറ്റത്തിലുള്ള മാറ്റം ഏറ്റവും ആദ്യം മനസ്സിലാക്കാൻ പറ്റുന്നത് അമ്മമാർക്ക്, മുത്തശ്ശിമാർക്ക്. ഇപ്പോൾ അമ്മമാർ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം എല്ലാം കഴിഞ്ഞു, പുറത്ത് ജോലിക്ക് പോയി തുടങ്ങി. അതുകൊണ്ട് കൂടെ ഉണ്ടാവുന്നത് മുത്തശ്ശിയായിരിക്കും. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം കുട്ടികളുടെ പെരുമാറ്റത്തിലുള്ള മാറ്റം കണ്ടുപിടിക്കാൻ കഴിയും. എന്ന് വെച്ചാൽ ഒരു നാഗിങ് മുത്തശ്ശി പോലെ അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം അവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നാം തുറന്ന് സംസാരിക്കാൻ ഒരു അവസരം നാം ആദ്യമായി ഉണ്ടാക്കി കൊടുക്കുക. സ്കൂളിൽ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആ പുസ്തകം, ഒരു ബാഗ് എടുത്ത് അതിൽ പുസ്തകങ്ങളൊക്കെ ഒന്ന് എഴുതുന്നത് നോക്കട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം വിദ്യാഭ്യാസമുള്ള മുത്തശ്ശിമാരായിരിക്കുമല്ലോ. അപ്പോൾ അതെല്ലാം നോക്കട്ടെ എന്ന് പറഞ്ഞ് പുസ്തകങ്ങളെടുത്ത് അതിനെക്കുറിച്ച് സംസാരിച്ച് അവരെ സംശയിക്കുകയാണെന്നുള്ള രീതിയിലല്ലാതെ അവരുടെ മനസ്സ് തുറക്കാനും അവർക്ക് ആത്മാർത്ഥമായി നമ്മളോട് സംവദിക്കാനുമുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം നമ്മൾ കുട്ടികളെ റെഡിയാക്കി സ്കൂളിലേക്ക് വിട്ടു, അവർ അവിടെ എത്തി, അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന ആ സമയം വരെയും നമുക്ക് അവരെന്ത് ചെയ്യുന്നു എന്നോ അവരുടെ ലഞ്ച് ബ്രേക്കിൽ അവരെ ആരാണ് വന്ന് കാണുന്നതെന്നോ എന്ത് ചെയ്യുന്നു എന്നൊന്നും അറിയുന്നില്ല. ഇതെല്ലാം പറയാൻ കാരണം, ഈയിടെ ഒരു പോലീസ് ഇൻസ്പെക്ടർ ഒരു സ്കൂളിൽ ഒരു ടോക്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത്, എന്തോ ഒരു സന്ദേശം കിട്ടിയിട്ട് അവർ വന്ന സ്കൂളിലെ കുട്ടികളുടെ പുസ്തകങ്ങൾ മുഴുവൻ, പിന്നെ ബാഗുകൾ മുഴുവൻ പരിശോധിച്ചപ്പോൾ ഒരു പെൺകുട്ടിയുടെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ബാഗിൽ നിന്നും സിഗരറ്റ്, ഇലക്ട്രോണിക്സ്, വേപ്പറി അത് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ അത് വലിയ കുട്ടി ആരെങ്കിലും പെട്ടെന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ ബാഗിലിട്ടോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഇതിൽ പല മുക്കിലും മൂലയിലും എട്ടുകാലികൾ പോലെ വല കെട്ടി കുട്ടികളെ ചതിക്കുഴിയിൽ ചാടിക്കാനായിട്ട് ഒരുപാട് പേരുണ്ട്. പെട്ടെന്ന് ഏത് രീതിയിലായാലും പെട്ടെന്ന് പണമുണ്ടാക്കാനായി നടക്കുന്ന ചില മനുഷ്യർ, അവരെ മനുഷ്യരെന്ന് വിളിക്കണോ എന്നറിയില്ല, ചിലർ ചെയ്യുന്ന ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണ് ഈ ഡ്രഗ്സ് വിൽക്കുന്നത്. അതായത് പല നാടുകളിലും നിയമവിധേയമായ പലതുമുണ്ട്. മരിയുവാന, പിന്നെ MDMA, എന്താ എല്ലാത്തിൻ്റെയും ഫുഡ് ഫോം ചോദിച്ചാലൊന്നും എനിക്കറിയില്ല, കഞ്ചാവ്, അങ്ങനെ ചിലതെല്ലാം ചില രാജ്യങ്ങളിലെല്ലാം നിയമവിധേയമാണത്രേ. അവിടെ നിന്ന് കൊണ്ടുവരുന്നതാണോ, എങ്ങനെയാണ് ഇത് എത്തിക്കുന്നത് അറിയാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മാഫിയ, ഒരു ചെയിൻ ഓഫ് ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. എന്തും ചെയ്യാൻ മടിക്കാത്തത്, ഏത് ക്രൂരതയും ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത ആളുകളാണ് ഈ രീതിയിൽ പണമുണ്ടാക്കുന്നത്. അപ്പോൾ അവർ വന്ന് ഏറ്റവും അവർക്ക് എളുപ്പത്തിൽ ആരും കണ്ടുപിടിക്കാത്ത രീതിയിൽ ഇത് കടത്താനുള്ള ഒരു എളുപ്പ വഴിയായിട്ട് ഇപ്പോൾ കേരളത്തിലെ സ്കൂളുകളിൽ കുട്ടികളെ ഉപയോഗിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത്. അപ്പോൾ കുട്ടികളെന്ന് വെച്ചാൽ ഇത് ഒരു എന്താ പറയുക, അവർ വിചാരത്തേക്കാൾ മുൻപേ കുതിക്കുന്ന വികാരം എന്ന് വെച്ചാൽ ടീനേജ്, അതല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ കുട്ടികളായാലും എന്തും പരീക്ഷിച്ച് നോക്കുന്ന ഒരു സമയമായിരിക്കും. ബയോളജിക്കൽ വ്യത്യാസങ്ങളാണ് അവരുടെ ശരീരത്തിൽ വരുന്നത്. അപ്പോൾ അവരത് പരീക്ഷിച്ച് നോക്കാനും, അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചറായിട്ട്, ഇപ്പോഴത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സോ കൂൾ, അങ്ങനെ അവർക്ക് കൂളായിട്ട് കാണിക്കാനെല്ലാം ഉപയോഗിച്ച് നോക്കും. പക്ഷെ ഒരു പ്രാവശ്യം അതൊരു ചതുപ്പാണ്. ഒരു പ്രാവശ്യം നമ്മുടെ കാലം അതിൽ ആഴ്ന്നു പോയാൽ പിന്നീട് അത് എടുക്കുന്നതിന് അതിനേക്കാൾ ആഴത്തിൽ പൊഴ്ന്നു പോകുന്ന ഒരു ചതുപ്പാണ് ഇത്തരം മയക്കുമരുന്നുകൾ. നമ്മുടെ തലച്ചോറിനെ, കുട്ടികളുടെ തലച്ചോറിനെ, ഇളം തലച്ചോറിനെ വികലമായി ചിന്തിക്കാനും, എന്ന് വെച്ചാൽ വിഷം കുത്തിവെച്ച് മറ്റു വല്ല ഭീകരജന്തുക്കളാക്കാനും ഒക്കെ ഇതിൻ്റെ ഉപയോഗം നമ്മളെ അപകടപ്പെടുത്തും. ഇപ്പോൾ എത്രയോ പുതിയ വാർത്തകൾ വരുന്നത്, മുത്തശ്ശിയെ അടിച്ചു, എനിക്ക് കൊന്നു എന്നുള്ള വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമില്ല. മുത്തശ്ശിയെ അല്ലെങ്കിൽ അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ, അതെല്ലാം അവരല്ല ചെയ്യുന്നത്. അവരുടെ ഉള്ളിൽ കയറി കൂടിയിട്ടുള്ള പിന്നെ ഇതിൻ്റെ, അതായത് താളപ്പിഴ ഉണ്ടാക്കുകയാണ്. ബ്രെയിനിനൊക്കെ ഉള്ള ഇലക്ട്രോണിൻ്റെയും അതിൻ്റെ നോഡുകളുടെ എല്ലാത്തിൻ്റെയും ഡോക്ടർമാരെല്ലാവരും പ്രത്യേകം പറയുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച്. അതിന്
അത് വാസ്തവത്തിൽ അവരുടെ താളം തെറ്റിക്കുകയാണ് തലച്ചോറിൻ്റെ. അങ്ങനെയാണ് കുട്ടികളെ ഇതിലേക്ക് മറ്റുള്ളവർ പണത്തിന് വേണ്ടി ഈ കുട്ടികളെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വീട്ടിലെ കുട്ടികളുടെ പെരുമാറ്റം നമുക്ക് പെട്ടെന്ന് വ്യത്യാസം വരും. കുട്ടികൾ ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ലാതെയാവുക, അല്ലെങ്കിൽ കുട്ടികൾ ആരെയോ ഭയക്കുക, അല്ലെങ്കിൽ കുട്ടികൾ മറ്റുള്ള രീതിയിൽ പെരുമാറുക, അല്ലെങ്കിൽ ദേഷ്യപ്പെടുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് വീട്ടിൽ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. അതായത് പണ്ട് കാലത്ത് നമ്മൾ കുട്ടികളെ നമ്മളൊരു അച്ഛനും അമ്മയും മാത്രമല്ല വളർത്തുന്നത്, ഒരു ഗ്രാമം മുഴുവനാണ് വളർത്തുക. എന്ന് വെച്ചാൽ നമ്മളോട് ചോദിക്കാൻ ആളുണ്ടോ? അപ്പോൾ എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കും, മാഷ്ട മോളല്ലേ, എന്താ ഇവിടെ ഈ നേരത്ത് എന്ന് ചോദിക്കും. നമുക്ക് അഥവാ ഏതെങ്കിലും രീതിയിൽ നമ്മളെവിടെയെങ്കിലും അകപ്പെട്ടു പോയാൽ തന്നെ നമ്മളെ വീട്ടിൽ കൊണ്ടുചെന്നാക്കാൻ വിശ്വസ്തരായ നമ്മുടെ മാതാപിതാക്കളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും കാണും. പക്ഷെ ഇന്ന് ആരെയും വിശ്വസിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ കുട്ടികൾ തൊട്ടടുത്ത ഫ്ലാറ്റിലുള്ള അപ്പാർട്ട്മെൻറ്റിലുള്ളവരെയും കൂടി ആർക്കും പരിചയമുണ്ടാവില്ല, ആരും സഹായിക്കുകയുമില്ല. അപ്പോൾ നമ്മൾ ആ രീതിയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അവസരമാണിത്. അപ്പോൾ കുട്ടികൾ അവരോട് തുറന്ന് സംസാരിക്കുക, അവർ ദേഷ്യപ്പെടാതെ, അവർ അഥവാ ഏതെങ്കിലും രീതിയിൽ അവരിതിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും അവരെ പുറത്തു വരാനായിട്ട് സഹായിക്കുക. അവരെ മാത്രമല്ല, അവരുടെ സുഹൃത്തുക്കൾ. ഇപ്പോൾ നമ്മളോട് അവർ പറയണം ആ കുട്ടി ഇങ്ങനെയാണ് എന്ന്, അല്ലെങ്കിൽ അവനാണ് എനിക്കിത് തന്നത്, അവളാണ് എനിക്കിത് തന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ കാരണം എൻ്റെ മോൻ ചീത്തയായെന്നും പറഞ്ഞ് അവരോട് വഴക്കിന് പോവാതെ ഇരു കൂട്ടരെയും അതിൽ നിന്നും നമുക്ക് പുറത്തു കൊണ്ടുവരാനും രക്ഷിക്കാനും കഴിയണം. അല്ലാതെ ഒരാളെ നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പം നമുക്കൊരു വിചാരമുണ്ട്, നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. തീർച്ചയായിട്ടും ഉണ്ടായിരുന്ന ആ വിശ്വാസം. പക്ഷേ ഇപ്പോഴത്തെ വിശ്വാസം നമ്മുടെ കുട്ടികളുടെ തെറ്റായിരിക്കില്ല, ഒരുപക്ഷെ അവരെ അതിലേക്ക് പ്രലോഭിപ്പിച്ചോ ഭയപ്പെടുത്തിയോ അതിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. പിന്നെ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് എന്തെല്ലാം പിന്നെ ചിലപ്പോൾ പരീക്ഷ എഴുതാൻ തന്നെ കൂടുതൽ കഴിവുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഓരോ കുട്ടികൾ ഓരോന്ന് പറഞ്ഞു കേൾക്കുന്നത്. അതായത് ഒരു സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്ന പോലെ. പക്ഷെ അങ്ങനെയൊന്നും അല്ലാതെ നമ്മൾ ആ രീതിയിൽ കുട്ടികളെ സഹായിച്ച് അവരോട് സംസാരിച്ച്, അഥവാ എന്തെങ്കിലും പ്രശ്നം പറ്റി അല്ലെങ്കിൽ ഇപ്പോൾ പണമിടപാട് തന്നെ നടത്തിപ്പോയി എന്ന് വെച്ചാലും കുട്ടികൾ ഭയപ്പെട്ട് വീട്ടിൽ പറയാതെ വീണ്ടും അതിലേക്ക് അപകടത്തിലേക്ക് ചെന്ന് ചാടുന്നതിന് പകരം വീട്ടിൽ അത് പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് അതിന് ആദ്യം കുട്ടികൾ നമുക്ക് വഴക്ക് പറയാനൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ അവരതിൽ നിന്ന് രക്ഷിച്ചതിന് ശേഷം ആണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. കാരണം ഇപ്പോൾ കേരളത്തിലുള്ള കുട്ടികളെ ഇവിടെ ബാംഗ്ലൂർ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിലാണ് കൊണ്ടുവന്നാക്കുന്നത് എന്ന് വായിച്ചിട്ട് അതിൻ്റെ എണ്ണം, ഇങ്ങനെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ വന്ന് കയറുന്ന കുട്ടികളുടെ എണ്ണം സത്യം പറഞ്ഞാൽ നമ്മൾ ഭയപ്പെടുത്തുന്ന അത്ര അധികം. അതായത് ചെറിയ കുട്ടികളൊരു 13 വയസ്സ് മുതലല്ല, 11 വയസ്സ് മുതൽ 18 വയസ്സ് വരെയും അതിനേക്കാൾ കൂടുതലും എന്നാൽ നല്ല പ്രായത്തിൽ കുട്ടികൾ പഠിച്ച് വലിയ നിലയിൽ അവരിത്തരം ചീത്ത പ്രവൃത്തികളിലേക്ക് പോകുന്നത് തന്നെ പലപ്പോഴും അവരുടെ സ്വന്തമായ ഒരു ചിന്തയില്ലാത്തത് കൊണ്ടാണ്. സാരോപദേശങ്ങളുടെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നല്ല ഉപദേശങ്ങളോ അല്ലെങ്കിൽ നല്ല രീതിയിൽ വളർത്താത്തതിൻ്റെ ഒന്നുമല്ല. പലരും പണ്ടത്തെ ഒരു ഭാഷയുണ്ട്, വളർത്തു ദോഷം. ഇപ്പം അതൊന്നുമല്ല കാരണം. ഈ കൂടുതൽ തലച്ചോറിനെ വികലമാക്കി ചിന്തിക്കാനോ അല്ലെങ്കിൽ വിഷം കുത്തിവെച്ച് ഭീകരജന്തുക്കളാക്കി അവരെ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം അത് എങ്ങനെയെങ്കിലും കുട്ടികളെ നമുക്ക് അതിൽ നിന്നും രക്ഷിച്ചെടുക്കണം. അത് അത് കൗൺസിലിംഗ് കൊണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരുടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള കുട്ടികളെ നമുക്ക് നേർവഴിയിൽ കൊണ്ടുവരാൻ പറ്റും. ഈ ഡ്രഗ്സും ഇതെല്ലാം വിൽക്കുന്ന ആ മനുഷ്യരുടെ വീട്ടിലും കുട്ടികളുണ്ട്. പക്ഷെ അവരതെല്ലാം മറന്ന് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ്. അവർക്ക് കുട്ടികളുണ്ട്. സ്വന്തം കുടുംബത്തെ കുട്ടികളെയും സ്ത്രീകളെയും സംരക്ഷിക്കുകയും പുറത്തുള്ള സ്ത്രീകളെയും കുട്ടികളുടെയും നേർക്ക് കൈനീട്ടുന്ന ഒരു സ്വഭാവം പുരുഷന്മാർക്ക്, അല്ലെങ്കിൽ പുരുഷന്മാരെ മാത്രം പറയുന്നില്ല, സ്ത്രീകൾക്കായാലും അതുണ്ടാവരുത്. നാം പുറത്തുള്ളവരെയും എന്ന് വെച്ചാൽ അങ്ങനെയാണ് ഒരു ഗ്രാമം, പിന്നെ അതൊരു സമൂഹം, പിന്നെ ഒരു പട്ടണം അങ്ങനെ മാറ്റിക്കൊണ്ടുവരാൻ കഴിയുള്ളൂ. പല രീതിയിലും കുട്ടികൾക്കുള്ള പ്രലോഭനങ്ങളുള്ള ഈ കാലത്ത്
കുട്ടികളെ വളർത്തുമ്പോൾ പണ്ടത്തേക്കാൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതിനേക്കാൾ ഈ ഡ്രഗ്സിനേക്കാൾ അഡിക്ഷനാണ് ഫോൺ എന്ന് പറയുന്നുണ്ട്. ഫോണും സോഷ്യൽ മീഡിയയും പെട്ടെന്ന് ഏതൊരു കാര്യം പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് അത് വൈറലാക്കാനാണ് കുട്ടികൾ നോക്കുന്നത്. കാരണം ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ വീണ്ടും ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ചില വീഡിയോകൾ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഈ വീഡിയോ എടുക്കുന്ന നേരം കൊണ്ട് അവരെ രക്ഷിക്കാമായിരുന്നല്ലോ എന്ന്. പക്ഷെ അതല്ല, കുട്ടികൾക്ക് പെട്ടെന്ന് അത് കുട്ടികൾ നല്ല വലിയവരായാലും പെട്ടെന്ന് അത് ഷൂട്ട് ചെയ്തെടുത്ത് കൊണ്ടുവന്ന് വീഡിയോ കണ്ടു, 1 മില്യൺ ആൾ കണ്ടു, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു എന്ന് പറയുന്നതാണ്. അങ്ങനെ വൈറലാക്കുകയാണ്. ആ സമയത്ത് ഒരു ജീവൻ അവിടെ പൊലിഞ്ഞുപോയി, അല്ലെങ്കിൽ അത് ഒരു അപകടം അവിടെ സംഭവിച്ചു. അങ്ങനെയുള്ള ഒരു വീണ്ടും വിചാരം ആർക്കും ഇല്ലാത്തൊരു കാലം. അപ്പോൾ ഇതിനേക്കാൾ സാധാരണ ഡ്രഗ്സ് കഴിക്കുന്നതിനേക്കാൾ ശരീരത്തൊക്കെ വരകൾ ഉണ്ടാക്കിയിട്ടാണ്, ചെറിയൊരു വര അത് അങ്ങനെ മുറിഞ്ഞു ഇങ്ങനെ മുറിഞ്ഞു എന്നൊന്നും പറഞ്ഞാൽ വിശ്വസിക്കരുത്. അങ്ങനെ വരകളിൽ വെക്കുന്ന എന്തോ മയക്കുമരുന്നുണ്ട് അത്രേ. കൈയുടെ പല സിനിമകളിലും അത് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല സ്ഥലത്തും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം. ഇപ്പോൾ ഈ വന്യമൃഗങ്ങളുടെ ഇടയ്ക്ക് അമ്മമാർ കുട്ടികളെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ നോക്കുന്ന അത്രയധികം ഭയപ്പെടേണ്ട ഒരു കാലമാണ് ഇപ്പോൾ. ഇഴഞ്ഞു കയറുന്ന സർപ്പത്തെ കുത്തിയോടിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അങ്ങനെ സർപ്പങ്ങളും എട്ടുകാലി വലയും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയയും പിന്നെ മൊബൈൽ ഫോണും കൊണ്ടുള്ള അത് ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല, പ്രായമുള്ളവർക്കും മുത്തശ്ശിമാർക്കും എല്ലാവർക്കും അതൊരു അഡിക്ഷനാണ് വാസ്തവത്തിൽ. അപ്പോൾ അതുകൊണ്ട് മുത്തശ്ശിമാർക്കൊന്നും അവർക്കൊന്നും പറ്റില്ലായിരിക്കും. പക്ഷേ അത് കണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാരൻസ് ചെയ്യുന്നത് കണ്ട് വളരുന്ന കുട്ടികൾ പിന്നെ ജനിക്കുമ്പോൾ തന്നെ 1 മാസം ആകുമ്പോഴേക്കും ഫോൺ കാണിക്കുന്നതിൻ്റെ പിന്നെ വർദ്ധിച്ച ഓട്ടിസ്റ്റിക് റേറ്റ്, അതൊക്കെ ഓട്ടിസമുള്ള കുട്ടികൾ, അതെല്ലാം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരുന്നു. നന്ദി, നമസ്കാരം.